സ്വലാത്തിന്റെ ലക്ഷ്യം ഒന്ന് അഖിമി സലാത്തലി ദിക്രി, ദൈവസ്മരണ നിലനിർത്തുക എന്നതാണ് സ്വലാത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവസ്മരണ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭീകരമായ സത്വം, ഒരു രൂപം ഏഴാനാകാശത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സിംഹാസനത്തിൽ കയറിയിരിക്കുക, അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഓർത്തിരിക്കുക എന്നുള്ളതല്ല. ദൈവസ്മരണ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ സത്യത്തെക്കുറിച്ചും ശരിയെക്കുറിച്ചും അവബോധം നിലനിർത്തുക എന്നാണ് അതിനർത്ഥം. അല്ലാതെ വിചിത്രമായ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ച്, അതും ഏഴാനാകാശത്ത് കയറിയിരിക്കുന്ന അപൂർവ സമയങ്ങളിൽ മാത്രം, അതായത് ദിവസത്തിൽ രാത്രിയുടെ ഏതെങ്കിലും യാമങ്ങളിൽ മാത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന എന്തോ വിചിത്രമായ ഒരു വസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക, സ്മരിച്ചിരിക്കുക, അതിനെ ഭയപ്പെടുക, അവൻ എന്തെങ്കിലും തന്നെ കാട്ടുമോ, തന്നെ ഇടിക്കുമോ, തന്നെ മർദ്ദിക്കുമോ എന്നുള്ള ഭയവും പേടിച്ച്, അല്ലെങ്കിൽ എന്ന ഭയം മനസ്സിലിങ്ങനെ ഇട്ടുകൊണ്ട് കഴിയുക എന്നതല്ല അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒന്ന് ഇതിൻ്റെ രത്നച്ചുരുക്കം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച്, അവൻ അള്ളാഹു ഹുവൽ ഹക്കു എന്നാണല്ല, അവനാണ് പരമമായ സത്യം. പരമമായ സത്യത്തെക്കുറിച്ച്, ശരിയെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, ഇങ്ങനെ ദൈവികമായ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ഗുണങ്ങളെ ഒക്കെ തന്നെയും, ഗുണങ്ങളെ സംബന്ധിച്ച്, ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ അവബോധം സൃഷ്ടിക്കുകയും അതിനെ ധിക്കരിച്ചാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്യുക എന്നതാണ് ദൈവസ്മരണ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ. അതായത് തൻ്റെ പ്രവർത്തനങ്ങളിലെ ശരി തെറ്റുകളെക്കുറിച്ച് ബോധമുണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നിലനിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസം തന്നെയല്ല ശരിക്ക് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. വിശ്വസിക്കല്ല, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നുള്ള കാര്യം അറിയാൻ വേണ്ടത്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം, അത് യാഥാർത്ഥ്യമാണെന്നും അത് സത്യമാണെന്നും ബോധ്യപ്പെടലാ വേണ്ടത്. ആ ബോധ്യപ്പെടുക മുഖേന നന്മകൾ, സത്യം, നീതി, ധർമ്മം, കരുണ, സ്നേഹം, ഇങ്ങനെ ദൈവികമായ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞു. ഉള്ള ഒരു വസ്തുവിനെ തിരിച്ചറിയുകയും കണ്ടെത്തുകയും മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിപ്പോൾ അള്ളാഹുവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നല്ല അതിൻ്റെ അർത്ഥം. അവൻ്റെ നിയമനിർമ്മാണങ്ങളിൽ, അവൻ്റെ നിയമങ്ങളിലൂടെ, അവൻ്റെ മാർഗനിർദ്ദേശങ്ങളിലൂടെ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞു. ഇല്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടെന്ന് വിശ്വസിക്കുക. ഉള്ള ഒരു വസ്തുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഇപ്പോൾ നമ്മുടെ ഞാനിവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട, എന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ്, കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് എന്ന് വിശ്വസിക്കുകയല്ല, അത് തിരിച്ചറിയുകയും അതിനെ മനസ്സിലാക്കുകയുമാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത്. ശരിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള മനുഷ്യന്, നന്മയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള മനുഷ്യന്, തിന്മയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള മനുഷ്യന്, സ്നേഹത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള മനുഷ്യന്, ഇതൊക്കെയാണല്ലോ, അതാണ് ദൈവത്തെ ബോധ്യപ്പെടുക. ആ മനുഷ്യനെ എങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയും? അവനൊരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ശരിയെക്കുറിച്ച് അവന് വ്യക്തമായ ബോധ്യമുണ്ട്.
സത്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ആ സത്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും തിരിച്ചറിവും ഉള്ള ഒരു മനുഷ്യൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. അവൻ അസത്യത്തിന്റെ പിന്നാലെ പോവുകയില്ല, അവൻ മിഥ്യയുടെ പിന്നാലെ പോവുകയില്ല. അതാണ് അവൻ ദൈവത്തെ വിട്ട് വേറൊന്നിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവന് സത്യത്തെക്കുറിച്ച്, പരമമായ സത്യത്തെക്കുറിച്ച് അവന് വ്യക്തമായ ബോധമുണ്ട്. അത് തന്റെ സൃഷ്ടാവിന്റെ വചനങ്ങളാണ് പരമമായ സത്യമെന്ന വ്യക്തമായ ബോധമുള്ള മനുഷ്യൻ മറ്റൊരുത്തന്റെ വചനങ്ങൾ തേടിപ്പോവുകയില്ല. ശരിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള മനുഷ്യൻ തെറ്റിലേക്ക് പോവുകയില്ല. നന്മയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള മനുഷ്യൻ തിന്മയിലേക്ക് പോവുകയില്ല. ക്രമത്തെക്കുറിച്ച്, എന്താണ് ഭൂമിയുടെ നിലനിൽപ്പിനും അവന്റെ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനും ആവശ്യമായ ക്രമം എന്താണെന്ന് മനസ്സിലാക്കിയ മനുഷ്യന് അക്രമത്തിലേക്ക് പോവുകയില്ല. ഇതൊക്കെയാണ് ദൈവസ്മരണ നിലനിർത്തുക. അപ്പൊ ഇത് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണം. അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അള്ളാഹുവുമായിട്ട് സ്നേഹം നടിക്കുക എന്നോ അള്ളാഹുവുമായിട്ട് ലോകം കൂടുക എന്നൊന്നും ആ പറഞ്ഞതിന് അർത്ഥമില്ല. അള്ളാഹുവുമായി ബന്ധം, അതാണ് അസ്സിലത്തു ബില്ലാഹി, അതാണ് സലാത്ത്. അള്ളാഹുവുമായി, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ, ഖാലിക്കും മഖ്ലൂക്കും തമ്മിലുള്ള ഈ സിലത്ത്, ഈ ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ മാർഗനിർദ്ദേശങ്ങളുമായിട്ട് സദാ ഒട്ടിക്കഴിയുക, സദാ പിന്തുടർന്ന് ജീവിക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ, അള്ളാഹുവുമായിട്ടുള്ള സിലത്ത് എന്ന് പറഞ്ഞാൽ ആ സിലത്തു ബി അവാമിരില്ലാഹി വ നവാഹിഹി എന്നാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളുമായി ഒട്ടിച്ചേർന്ന് കഴിയുക, അതാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം. അതാണ് നീ സലാത്ത് ഇവിടെ സ്ഥാപിക്കണം. ജനസമൂഹങ്ങൾ, ഈ മനുഷ്യ സമൂഹം എന്ത് ചെയ്യണം? അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അവർ സ്ഥാപിക്കേണ്ടതുണ്ട്. ആ സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ആ ദൈവത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി. ദൈവത്തിന്റെ സ്മരണ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ശരിയെക്കുറിച്ച്, തെറ്റിനെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, ക്രമത്തെക്കുറിച്ച്, ഇങ്ങനെ ദൈവികമായ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധം മനസ്സിലുണ്ടാക്കി തീർക്കുകയും അങ്ങനെ ദൈവികമായ കൽപ്പനകളെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവസ്മരണ നിലനിർത്തുക. അങ്ങനെ ദൈവസ്മരണ നിലനിർത്തണമെങ്കിൽ ഇതിനെ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നീ ഇവിടെ സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ് മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ സലാത്തിന്റെ ലക്ഷ്യം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ വിഷയം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ വിശദമായ വിവരണങ്ങൾ ഞാൻ പിന്നീട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ആ സിലത്തു, അതാണ് സുമ്മ ഇന്നക്കും ല സാലുൽ ജഹീം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. നിങ്ങൾ അഗ്നിയുമായിട്ട്, വളരെ നരകതുൽ ജീവിതവുമായി നിങ്ങൾ ചെന്ന് ചേരും, അതുമായി നിങ്ങൾ ഒട്ടിച്ചേരുന്നതാണ്. ലാ യസ്ലാഹ ഇല്ലൽ അഷ്കല്ലദി, അതിനോട് ചേരുകയില്ല, അതിനോട് കണക്ട് ചെയ്യുകയില്ല. ഇല്ലൽ അഷ്കല്ലദി, അതാണ് വന്ന് ചേരുക. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു എന്ന് പറഞ്ഞത് അതാണ്. ആ അഗ്നിയുമായി അവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ബന്ധിപ്പിക്കുക, അതുമായി അവരെ കണക്ട് ചെയ്യുക. ആ അഗ്നിപൂർണമായ ജീവിതത്തിൽ അവർ കഴിഞ്ഞുകൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അള്ളാഹുവും അവന്റെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഈ സിലത്ത്, ഈ ബന്ധം, ഈ കണക്ഷൻ, ഇത് ഇവര് ഊട്ടിയുറപ്പിക്കുന്നതിലൂടെയാണ് ആ ദൈവസ്മരണ നിലനിർത്തേണ്ടത്. അങ്ങനെയാണ് ദൈവസ്മരണ നിലനിർത്തുക എന്നതാണ് സലാത്തിന്റെ മുഖ്യമായ ഒരു ലക്ഷ്യം. 3-4 ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. നേരത്തെ പിന്നെ ഞാനൊന്ന് പറഞ്ഞല്ലോ, വേറൊന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ എപ്പോഴോ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നാണ്. സൂറത്ത് അഹ്സാബിൽ പറഞ്ഞു, ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികത്തുഹു ലിയുഖ്രിജക്കും മിനൽ-ളുലുമാതി ഇലൻ-നൂരി. വിശ്വാസികളായ ആളുകളെ ഇരുട്ടുകളിൽ നിന്ന്, എന്തൊക്കെയാണ് ഇരുട്ട്? ഇരുട്ടുകളിൽ നിന്ന്, ഇരുട്ട് എന്തൊക്കെയാണ്? അനീതി ഇരുട്ടാണ്, അക്രമം ഇരുട്ടാണ്. അതുപോലെ എന്തൊക്കെ ഇരുട്ടുകളുണ്ടോ സമൂഹത്തിൽ, അനീതി ഒരു ഇരുട്ടാണ്, മനുഷ്യാവകാശങ്ങളുടെ ലംഘനങ്ങൾ ഇരുട്ടാണ്, അന്ധവിശ്വാസങ്ങൾ ഇരുട്ടാണ്, അജ്ഞത ഇരുട്ടാണ്, അല്പത്വം അതൊക്കെ ഇരുട്ടാണ്. ഇങ്ങനെ സമൂഹത്തിന് ദോഷകരമായി ഭവിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇരുട്ടുകളാണ്. ഈ ഇരുട്ടുകളിൽ നിന്നൊക്കെ മനുഷ്യരെ എങ്ങോട്ട് കൊണ്ടുപോകണം? ഞാൻ പറഞ്ഞല്ലോ, ഇരുട്ടുകൾ നിരവധിയാണ്. അന്ധവിശ്വാസം ഒരു ഇരുട്ടാണ്,
അജ്ഞത ഒരു ഇരുട്ടാണ്, അറിവില്ലായ്മ ഇരുട്ടാണ്. അതുതന്നെയാണ് അജ്ഞത, അറിവില്ലായ്മ ഇരുട്ടാണ്. അതുപോലെ തന്നെ അക്രമം ഒരു ഇരുട്ടാണ്. മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ ചൂഷണം ചെയ്യൽ ഒരു ഇരുട്ടാണ്. മറ്റുള്ളവരെ അടിച്ചമർത്തൽ ഇരുട്ടാണ്. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ ആ ശബ്ദത്തെ അടിച്ചമർത്തുക എന്നുള്ളതൊരു ഇരുട്ടാണ്. ഇങ്ങനെ നിരവധി ഇരുട്ടുകളാണ് സമൂഹത്തിലുള്ളത്. ഈ ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ സത്യത്തിൻ്റെയും നീതിയുടെയും ജ്ഞാനത്തിൻ്റെയും ക്രമത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒക്കെ ഇങ്ങനെ ദൈവികമായ ആ ഏകമായ വെളിച്ചത്തിലേക്ക് മാനവരാശിയെ നയിക്കുക എന്നുള്ളതാണ് സ്വലാത്തിന്റെ ലക്ഷ്യം. അതെന്തുകൊണ്ടേ സാധിക്കുള്ളൂ? അവന്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് സലാത്ത്. അത് ദൈവവുമായി ഒരു കണക്ഷൻ, ദൈവവുമായി ഒരു ബന്ധം ചേർക്കുമ്പോഴേ അത് നടക്കുകയുള്ളൂ, അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതാണ്. അപ്പോ അള്ളാഹുവുമായിട്ടുള്ള മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് നയിക്കുക. അതാണല്ലോ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കത്തിൽ അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. അപ്പോ മനുഷ്യരെ, മാനവരാശിയെ ഇരുട്ടിൽ നിന്ന്, ഇരുളുകളിൽ നിന്ന്, ഇരുളുകൾ എന്തൊക്കെയെന്ന് ഞാൻ സൂചിപ്പിച്ചു എൻ്റെ സഹോദരങ്ങളോട്. നിങ്ങൾക്ക് ഇനി ബാക്കി സമൂഹത്തെ കാർന്നു തിന്നുന്ന ഇരുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. ഇത്തരം ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് സത്യത്തിൽ എന്ത് പറയുന്നു, സത്യത്തിൽ എന്ത് വേദം അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു പറയുന്നത്. ഇത് തന്നെയാണ് സൂറത്തു തലാഖിന്റെ തുടക്കത്തിൽ, സൂറത്തു തലാഖ് 10-11 വചനത്തിൽ അല്ലാഹു പറയുന്നത്. വഅൻസൽനാഹു ഇലൈക്കും ദിക്റൻ റസൂലൻ, ഞാൻ നിങ്ങളിലേക്ക് ഒരു ദിക്റായ റസൂലിനെ ഇറക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ലിയുഖ്രിജല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, ഈമാനും അമലു സാലിഹാത്തുമുള്ള ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി, പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, മിനൽ ളുലുമാത്തി, ഇരുളുകളിൽ നിന്ന് ഇലന്നൂരി, വെളിച്ചത്തിലേക്ക്. അപ്പോ ഇതാണ് സലാത്ത്. അപ്പോ മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മൂമിനുകളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു ചെയ്യുന്ന കാര്യം വേദഗ്രന്ഥത്തിന്റെ വായനയും അതിന്റെ അവതരണവും അത് പഠിപ്പിക്കലുമൊക്കെയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് സലാത്തും ചെയ്യുന്നത്. അത് തന്നെയാണ് സലാത്തിന്റെ ഒരു ലക്ഷ്യവും എന്ന് പറഞ്ഞു. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി സലാത്ത് വന്ന മറ്റൊരു പദം കൂടി വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാര ഹത്താ തഅലമു മാ തഖൂലൂൻ. ഈ 4:43 ഈ വചനം പറയുന്നത്. ഓ വിശ്വാസികളെ, ഇവർ പറയുന്ന അർത്ഥം ആദ്യം പറയും. നിങ്ങൾ സലാത്തിനെ, നമസ്കാരത്തെ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിവ് നിങ്ങൾക്കുണ്ടാകുന്നത് വരെ. ഈ വചനത്തിൽ അള്ളാഹു കൽപ്പിക്കുന്നത്, നിങ്ങൾ എന്താണെന്ന്, പറയുന്നത് എന്താണെന്ന് അറിയാത്ത നിലക്കുള്ള മനസ്സിന്റെ ബോധമില്ലാത്ത, ഇവരെ സുക്കാറ എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ടെന്നാണ്, കള്ളു കുടിച്ച് ലഹരി ബാധിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവർ സാധാ പറയാറുള്ളത്. സത്യത്തിൽ സുക്കാറ എന്ന് പറയുന്നത് വേദത്തെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനമില്ലാത്ത ഒരു ഷിർക്കിന്റെയൊക്കെ അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് സാധാരണ ഖുർആനിൽ ഓഹും ഫീ സക്രത്തിഹിം യഅമഹൂൻ എന്നൊക്കെ പറഞ്ഞ വചനത്തിലൂടെ അവരവരുടെ സക്രത്തിൽ അങ്ങനെ മുഴുകാന്ന് പറഞ്ഞ തെറ്റായ ഖുർആനിൽ നിന്ന്, ദൈവത്തിന്റെ സന്ദേശത്തിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ജീവിതത്തിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത, അറിവില്ലാത്ത ഒരു അവസ്ഥക്കാണ് സുക്കാറ അല്ലെങ്കിൽ സുക്കാറ എന്ന് അള്ളാഹു ഖുർആനിലൂടെ സക്രത്ത് അല്ലെങ്കിൽ സുക്കാറ ഓഹും
ബിസുക്കാറ വമാഹും ബിസുക്കാറ വലാകിന്ന അദാബുല്ലാഹി ഷദീദ് എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ ഇവർ പറയുന്നത് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അവസാന നാൾ സംഭവിക്കുമ്പോഴുള്ള കാര്യമാണ്. അതൊക്കെ പിന്നീട് വിശദീകരിക്കാം. ഞാൻ ഇപ്പം സുക്കാറ എന്നുള്ള വിഷയം മാത്രമേ പറയുന്നുള്ളൂ. വ്യക്തമായ ജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത, അവബോധമില്ലാത്ത അവസ്ഥക്കാണ് സുക്കാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഒരു പദം ഇവിടെ പറയാനുള്ളത് തഖൂലൂന എന്നുള്ളതാണ്. തഖൂലൂന എന്ന അറബി പദം നമ്മളുടെ സംസാരം എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. എന്നാൽ സത്യത്തിൽ അങ്ങനെ പറയുമ്പോൾ തഖൂലൂന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖൗലാണ്, നമ്മുടെ സംസാരമാണ്. അങ്ങനെ സംസാരത്തിന് ഈ പദം ഉപയോഗിക്കുമ്പോൾ നമസ്കാരത്തിൽ ആണെങ്കിൽ സംസാരിക്കാനോട്ട് അനുവാദവുമില്ല. അതുപോലെ നമസ്കരിക്കുന്നവൻ ഒന്നുകിൽ ഖുർആൻ വചനങ്ങൾ ഉരുവിടുകയോ, നമസ്കരിക്കുന്ന മനുഷ്യന് ആകെ ചെയ്യാനുള്ളത് ഒന്നുകിൽ ഖുർആനിക വചനങ്ങൾ ഉരുവിടുക, അതിന് തഖ്റഊന എന്ന് പറയാം, അല്ലെങ്കിൽ തത്ലൂന എന്ന് പറയാം. അതാണ് തഖൂലൂന എന്ന് പറയാം. സാധാരണ നിങ്ങൾ ഖുർആൻ വായിക്കുക എന്നുള്ളതിന്, ഖുർആൻ ഓതുക എന്നുള്ളതിന് സാധാരണ. അപ്പോൾ ഖുർആൻ ഇവർ പറയുന്നത് നമസ്കാരത്തിൽ എന്താണ് നീ നമസ്കാരത്തിൽ എന്തൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്നത്, അതെന്റെ സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമസ്കാരത്തിൽ സാധാരണ ചെയ്യുന്നത് തിലാവത്തുൽ ഖുർആനുണ്ട്, അല്ലെങ്കിൽ ഖിറാഅത്തുൽ ഖുർആൻ എന്ന് വേണമെങ്കിലും വെക്കാം. അതുമല്ലെങ്കിൽ പിന്നെ അതിലുള്ളത് തസ്ബീഹുകളുണ്ട്, അതുപോലെ തന്നെ ഹംദ്, ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെയാണ് സാധാരണ നമസ്കാരത്തിലുള്ളത്. സാധാരണ നമസ്കാരത്തിൽ നമ്മൾ പാരമ്പര്യമായി അനുഷ്ഠിച്ചു പോരുന്ന നമസ്കാരത്തിൽ ഇതൊക്കെയാണുള്ളത്. അതിൽ ഒരു സ്ഥലത്തും തന്നെ പറയലില്ല, നമ്മുടേതായ ഒരു കൗല് പോലുമില്ല. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സ്വന്തമായ ഒരു വാക്ക് അതിൽ വന്നാൽ നമസ്കാരം തന്നെ ബാത്തിലാവുന്ന. അപ്പൊ സ്വന്തമായി ഒരു കൗല് അതിൽ വന്നാൽ തന്നെ നമസ്കാരം ബാത്തിലാവും, നിഷ്ഫലമായി പോവും എന്ന് പറയുന്ന പണ്ഡിതന്മാർ വരെ മുമ്പൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. 3 ചലനങ്ങൾ, നമസ്കാരത്തിലല്ലാത്ത ചലനങ്ങൾ ഒരുമിച്ചുണ്ടാകുക, നമ്മുടെ സ്വന്തമായ വാക്കുകൾ അതിൽ വരിക എന്നൊക്കെ. അപ്പോ ഇപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ പാരമ്പര്യമായി വരുന്ന ഈ അനുഷ്ഠാന ആചാരങ്ങളിലുള്ളത്, ഈ അനുഷ്ഠാന ആചാരത്തിലുള്ളത് എന്തൊക്കെയുണ്ട്? ഖിറാഅത്തുൽ ഖുർആനുണ്ട്, അല്ലെങ്കിൽ തിലാവത്തുൽ ഖുർആൻ, 2 വാക്കും പറയാം. പിന്നെ തസ്ബീഹ് ഉണ്ട്, അതുപോലെ തന്നെ തഹ്മീദ്, ഹംദ്, സ്തുതിക്കലുണ്ട്, പിന്നെ ദുആ ഉണ്ട്. അപ്പൊ നമ്മ അതിൽ പറയേണ്ടത് ഹത്താ തഅലമു മാ തഖ്റഊന എന്ന് പറയാം. നിങ്ങൾ എന്താണ് അതിൽ വായിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്നത് വരെ, അല്ലെങ്കിൽ ഹത്താ തഅലമു മാ തത്ലൂന, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് തിലാവത്ത് നടത്തുന്നത് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് അറിയുന്നത് വരെ, അല്ലെങ്കിൽ ഹത്താ തഅലമു മാ തദ്ഊന, നിങ്ങൾ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്നത് വരെ, അല്ലെങ്കിൽ ഹത്താ തഅലമു മാ തുസബ്ബിഹൂന, നിങ്ങൾ തസ്ബീഹ് നടത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്നത് വരെ. ഇങ്ങനെ ഒക്കെയാണ്, ഈ രൂപത്തിലൊക്കെയാണ് അതിൽ പറയേണ്ടത്. പക്ഷേ ഇവിടെ ഖുർആൻ പറയുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങളുടെ സംസാരം എന്താണ് എന്നുള്ളത് വ്യക്തമായി അറിയുന്നത് വരെ നിങ്ങൾ സലാത്തിനോട് സമീപിക്കരുത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധമില്ലാത്ത അവസ്ഥയിൽ. അപ്പൊ ഒരു സാധാരണ ഇനി ഒരു മൗമൂമിനോടാണ് പറയുന്നത്. നോക്കുക, ഇത് സ്വന്തമായി നമസ്കരിക്കുന്ന ഒരാളെ കുറിച്ച്. ഇനി ഒരു മൗമൂമിനോട്, ഇപ്പൊ ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന ഒരു മൗമൂമിനോടാണ് ഈ കൽപ്പന എങ്കിൽ, ഇന്നത്തെ നമസ്കാരം എടുക്കുകയാണെങ്കിൽ ഹത്താ തഅലമു മാ തസ്തമിഊന അല്ലെങ്കിൽ തസ്മഊന എന്നൊക്കെ. വൈദാ കുരിയൽ ഖുർആനു, ഖുർആൻ വായിക്കപ്പെട്ടാൽ ഫസ്തമിഊ ലഹു എന്നല്ലേ ഖുർആനിക കൽപ്പന. അങ്ങനെ വരുമ്പോ ഹത്താ തസ്തമിഊന എന്നാ പറയും. നിങ്ങൾ വ്യക്തമായി അത് കേൾക്കുന്നത് വരെ, നിങ്ങൾക്ക് എന്താണ് വ്യക്തമായി കേൾക്കുന്നത് എന്ന്
വ്യക്തമായി അറിയണം. അത് അങ്ങനത്തെ ഇവർ പറയുന്ന അർത്ഥത്തിൽ ഒരു കള്ള് കുടിച്ച് വന്ന അവസരത്തിലാണെങ്കിൽ എന്താണ് വ്യക്തമായി എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കഴിയില്ല. ഒരു അബോധമായ അവസ്ഥയിലായിരിക്കും നമ്മൾ സ്ഥിതി ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ നമസ്കാരം എന്ന് പറയുന്നതും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കുറിച്ചുള്ള സ്ഥാപനവും അതിൻ്റെ പിന്തുടരലും അത് പിന്തുടർന്ന് ജീവിക്കലും ഒക്കെയാണ്. അപ്പോൾ ദൈവവുമായി നമ്മൾ സലാത്ത് ചെയ്യുമ്പോൾ, ദൈവവുമായി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, സൃഷ്ടാവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവുമായുള്ള ബന്ധപ്പെടൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കലാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ സൃഷ്ടാവുമായി ഏതെങ്കിലും നിലക്കുള്ള കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ സൃഷ്ടാവുമായി നമ്മൾ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവനുമായി നമ്മൾ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ, സൃഷ്ടിയും സൃഷ്ടാവുമുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവൻ്റെ കൽപ്പനകളെ പിന്തുടർന്ന് ജീവിക്കലാണ്. അപ്പോൾ നിങ്ങൾ ദൈവികമായ കൽപ്പനകളെ പിന്തുടർന്ന് ജീവിക്കുകയോ അത് മറ്റുള്ളവരോട് പിന്തുടർന്ന് ജീവിക്കാൻ നിങ്ങൾ പറയുകയോ ചെയ്യരുത്. ഏതുവരെ വ്യക്തമായി നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ അവബോധം നിങ്ങൾക്കുണ്ടാവുന്നത് വരെ. അതാണല്ലോ വിശ്വാസികൾ എം യഹ്റു അലൈഹ സുമ്മം വഉംയാന എന്ന് പറഞ്ഞല്ലോ. വിശ്വാസികൾ അവന്റെ വചനങ്ങൾ വായിച്ചു കൊടുത്താൽ അവൻ അന്ധനായിക്കൊണ്ട്, അതിൽ കേൾക്കാത്തവനായിക്കൊണ്ട് അതിൽ വീഴുകയില്ല എന്ന് പറഞ്ഞാൽ അതിനവൻ അനുസരിക്കുകയില്ല. അപ്പോൾ ദൈവികമായ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമായ അവബോധം അതിനെക്കുറിച്ചുണ്ടാവുകയും അത് പിന്തുടർന്ന് ജീവിക്കാൻ മറ്റു സമൂഹങ്ങളോട്, ജനങ്ങളോട് അത് പറയുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ ഈ പണി ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതാണല്ലോ ലിമി തഖൂലൂന മാലാ തഫ്അലൂൻ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എന്തിനാണ് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുന്നു? അപ്പൊ നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് പറയുന്നത്? വിശ്വാസികളിൽ തന്നെ വിശ്വാസികള് അങ്ങനെ ചെയ്യാത്തത്, ഇവർക്ക് വിശ്വാസികൾ കള്ളു കുടിക്കുന്നില്ലേ അത് പറയണതിന് കുഴപ്പമില്ല. പക്ഷെ വിശ്വാസികളിൽ ചെയ്യാത്തത് അവർ പറയുമെന്ന് ചോദിച്ചാൽ അപ്പൊ അത് അങ്ങനെ സംശയം. അതുപോലെ തന്നെ അറിവില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ വിശ്വാസികൾ ജനങ്ങളോട് പറയോ എന്നൊക്കെ ഇവർ ചോദിക്കും. ഇത് പറഞ്ഞപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ. പക്ഷെ ഇവർക്ക് തന്നെ വിശ്വാസി കള്ളു കുടിക്കുന്നില്ല, യായുഹല്ലദീന ആമനൂ എന്നല്ല അഭിസംബോധന. അപ്പൊ വിശ്വാസി കള്ളു കുടിക്കുന്നുള്ള കാര്യത്തിൽ ഇവർക്കൊട്ട് സംശയമില്ല. വിശ്വാസികൾ കള്ളു കുടിക്കുന്നുള്ളത് കൊണ്ടാണല്ലോ കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരരുത് എന്ന അർത്ഥം ഇവരിവിടെ കൊടുക്കാൻ കാരണം. സത്യത്തിൽ ഇവിടെ അത് ഞാൻ ഇനി ഒന്നുകൂടി ഇത് ഞാൻ ഇന്ന് കുറേ സമയമായതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ വിഷയം ഒളു എന്ന ഒരു ഭാഗം ഈ സലാത്തുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും വരും. ആ വിഷയം സംസാരിക്കുമ്പോൾ കൂടുതൽ ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൻ്റെ വിശദമായ വിവരണങ്ങൾ ആ സമയത്ത് തരുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയണ ഇവർക്ക് മൂമിനുകൾക്ക് എന്ത് ചെയ്യാം, സലാത്ത് കള്ളു കുടിച്ചുകൊണ്ട് സലാത്തിന് വന്നിരുന്നു എന്ന് അവരെക്കുറിച്ച് പറയുന്നതിന് ഇവർക്ക് കുഴപ്പമില്ല. അതിനിവർ പറയുന്നത് ഇത് ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്നാണ്. സത്യത്തിൽ കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിന് വരരുത് എന്നാണെങ്കിൽ, ഈ ആചാരാനുഷ്ഠാനത്തിന് വരരുത് എന്നാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, സലാത്തിനല്ലാത്തപ്പോൾ കുടിക്കാൻ പറ്റുമോ? ഒരു സമയത്തും ഒരു മൂമിന് കുടിക്കാൻ പറ്റൂലല്ലോ. മോമിനുകളെ നിങ്ങൾ കള്ളു കുടിച്ച് മത്തുള്ളവരായിക്കൊണ്ട്, മത്തു ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തിന് വരരുത് എന്ന് പറഞ്ഞാൽ, അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് കള്ളു കുടിക്കാന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പൊ അതിന് ഇവർ പറയുന്ന ഇതിന്റെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ന്യായം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആദ്യ കാലഘട്ടത്തിൽ ഇത് അനുവദിച്ചിരുന്നു എന്നും, കള്ള് അനുവദിച്ചിരുന്നു എന്നും, പിന്നീട് അല്പാൽപമായി കള്ളും അതിൻ്റെ അനുവാദവും മറ്റു കാര്യങ്ങളും തന്നെയാണോ എന്നുള്ള സംശയം. എന്താ ഒരു കള്ള് മാത്രം? അതിനേക്കാൾ അപകടകരമായ എന്തൊക്കെ വസ്തുക്കൾ ലോകത്തുണ്ട്, അതൊന്നും പറയാതെ ഇത് മാത്രം കുറച്ച് ആൽക്കഹോൾ മാത്രം. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. വിശ്വാസിയെ സംബന്ധിച്ച് നിഷിദ്ധമായ നിരവധി കാര്യങ്ങളാണ്. അത് ഒന്നോ രണ്ടോ ഒരു ഹംറ് മാത്രം എടുത്ത് പറയാൻ കഴിയില്ല. അത് അവൻ്റെ ബുദ്ധിയെയും അവൻ്റെ മനസ്സിനെയും അവൻ്റെ ശരീരത്തിനെയും ദോഷമായി ബാധിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവൻ വർജിക്കൽ അവൻ്റെ നിർബന്ധമായ കാര്യമാണ്. അത് അവൻ്റെ ശരീരത്തോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്.
അത് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിനും രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്കും വിഘാതം സൃഷ്ടിക്കുന്ന എന്തൊക്കെ അവൻ അവൻ്റെ ഭക്ഷണമായിട്ടോ പാനീയമായിട്ടോ മറ്റേതായിട്ടോ അവൻ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ അവൻ വർജിക്കണം. അല്ലാതെ ഒരു ആൽക്കഹോൾ മാത്രമൊന്നുമല്ല. അത് വേറെ വിഷയം, അത് ഞാൻ പറയാം. അത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ഇവിടെ സലാത്താണ്. അപ്പോൾ സലാത്തിന് വരുമ്പോൾ നിങ്ങൾ പിന്നെ ലഹരി ബാധിച്ച് കള്ളു കുടിച്ച് ലഹരി ബാധിച്ചവരായിക്കൊണ്ട് വരരുത് എന്ന് പറയുമ്പോൾ അല്ലാത്തപ്പോൾ കുടിക്കാം എന്ന് വരും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്ത് ഇവരായത്. അത് ക്രമമായിക്കൊണ്ട് പടിപടിയായിക്കൊണ്ടാണ് അത് നിരോധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പടിപടിയായിക്കൊണ്ടാണ് നിരോധിച്ചതെങ്കിൽ ഇന്ന് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാം നടപ്പിലാക്കുന്ന ഒരു പ്രദേശത്തോ ഒരു രാജ്യത്തോ ഈ ആനുകൂല്യം കൊടുക്കാൻ കഴിയുമോ? പടിപടിയായിക്കൊണ്ട് ഒരാളിൽ നിന്ന് നിരോധിച്ചാൽ മതിയോ? അതുവരെ സമ്മതിക്കൂല, അങ്ങനെ സമ്മതിക്കൂല. അപ്പോൾ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. സുക്കാറ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സുക്കാറ എന്ന് പറഞ്ഞാൽ തന്നെ കള്ളുടിച്ചിട്ടില്ല, ലഹരിയൊന്നുമല്ല. ആശയതലത്തിലാണ് ഖുർആൻ വായിക്കേണ്ടത്. അതാണ് എൻ്റെ മറ്റേ ഖുർആനിൻ്റെ ദാർശനികമാനം എന്നുള്ള ആ വിഷയം കേട്ടാലേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുള്ളൂ. അപ്പോൾ കുടിച്ചുകൊണ്ടുള്ള ലഹരി ബാധിക്കലിനെ കുറിച്ചൊന്നുമല്ല. മദ്യലഹരി എന്ന അർത്ഥം കൽപ്പിക്കാൻ കഴിയില്ല. കാരണം മദ്യം എന്നല്ല, അവൻ്റെ ശരീരത്തിന് എന്തൊക്കെ ദോഷമുണ്ടോ അതൊക്കെ ഖുർആൻ നിരോധിച്ചതാണല്ലോ. മാത്രമല്ല ദൈവിക കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ മദ്യപിച്ച് ലഹരിക്ക് അടിമയാവുകയുമില്ല. ഇവിടെ മദ്യപാനിക്ക് നമസ്കാരത്തെ സമീപിക്കുന്നതിൽ മാത്രമേ വിലക്കുള്ളൂ എന്ന് വരും ഇവരുടെ. അത് ഞാൻ പറഞ്ഞല്ലോ. ഈ അർത്ഥം എടുത്താൽ ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊന്നും മദ്യപാനത്തിന് വിലക്കില്ല എന്ന് വരും. താൻ പറയുന്നത് എന്താണെന്ന ബോധം നിലനിൽക്കാത്ത അത്ര കുടിക്കാന്നും വരും. ഇപ്പൊ ചിലവർക്ക് ഒരല്പം കുടിച്ചാലൊന്നും താൻ പറയുന്നത് എന്താണെന്നുള്ള ബോധം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവൂല. നമസ്കാരത്തിന് വരുമ്പോ തന്നെ അതാ ഞാൻ പറഞ്ഞത്, നമസ്കാരത്തിൽ തീരെ കുടിക്കണ്ടെന്ന് കിട്ടൂല എന്ന് ഞാൻ പറയണത്. നമസ്കാരത്തിൽ പോലും ഇവർ പറയുന്ന അർത്ഥപ്രകാരം തീരെ കുടിക്കണ്ടെന്ന് കിട്ടൂല. എത്ര കുടിക്കണ്ടെന്നേ കിട്ടുള്ളൂ? ബോധം നഷ്ടപ്പെടുന്നവരെ കുടിക്കണ്ടെന്നേ കിട്ടുള്ളൂ. കാരണം പറയുന്നത് എന്താണെന്ന്, ഖുർആൻ ഓതുന്നത് എന്താണെന്ന്, നമസ്കാരത്തിൽ എന്തൊക്കെയാണ് അള്ളാഹുവിനോട് നമ്മൾ ചൊല്ലിപ്പറയുന്നത് എന്ന് വ്യക്തമായ ബോധം നഷ്ടപ്പെടാത്ത രൂപത്തിൽ മദ്യപിക്കാനും വരും. അപ്പൊ അതാണ്. അപ്പൊ നമസ്കാരത്തിൽ പോലും ബോധം നഷ്ടപ്പെടാത്ത രൂപത്തിൽ മദ്യപിക്കാം എന്നാണ് ഇന്ന് നിലവിലുള്ള അർത്ഥപ്രകാരം വരിക. അപ്പൊ ഈ വിഷയം ഇനി വളരെ വിശദമായി നമുക്ക് ഞാൻ ഇതിന്റെ തുടർന്നുള്ള വാക്കുകൾ കൂടി വളു എന്ന വിഷയം പറയുമ്പോൾ സവിസ്തരം ഓരോ പദങ്ങളും എടുത്തുകൊണ്ട് ഞാൻ വിശദീകരിച്ചു തരുന്നതാണ്. അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ചുള്ള അതിനെ പിന്തുടർന്ന് ജീവിക്കലാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിനെ പിന്തുടർന്ന് ജീവിക്കുകയും അവന്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്യുമ്പോൾ, അത് പിന്തുടർന്ന് ജീവിക്കാൻ ജനങ്ങളോട് പറയുകയും ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത് എന്ന വ്യക്തമായ ബോധം നിങ്ങൾക്കില്ലാത്ത ഒരു സുക്കാറ, ഒരു അവബോധമില്ലാത്ത അവസരത്തിൽ നിങ്ങൾ ഇതിനോട് അടുക്കരുത്. കാരണം ഒരു തെറ്റ് സമൂഹത്തെ പഠിപ്പിച്ചാൽ, ദൈവീകമല്ലാത്ത ഒരു കാര്യമാണ് സമൂഹത്തോട് പറയുന്നതെങ്കിലും സമൂഹത്തോട് പിന്തുടർന്ന് ജീവിക്കാൻ പറയുന്നതെങ്കിലും ആ തെറ്റ് ശരിയായ അറിവില്ലാതെ അത് സമൂഹത്തിൽ നാം പ്രചരിപ്പിക്കുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും സമൂഹത്തിന് ദോഷവും വരാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ അത് ദുരിതവും അപകടവും സൃഷ്ടിക്കാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ആ രൂപത്തിൽ അതിനോട് നിങ്ങൾ സമീപിക്കരുത്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കാൻ സമൂഹത്തോട് നിങ്ങൾ കൽപ്പിക്കുകയോ പറയുകയോ ചെയ്യരുത്. അതിന് ഏത് അവസരത്തിൽ നിങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തമായ അവബോധമില്ലാത്ത അവസരത്തിൽ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, വിശദമായ കാര്യങ്ങൾ ഇനിയും വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത വചനം, സലാത്ത് വന്ന മറ്റൊരു വചനം ഇനി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, ഖുൽ ഉദ്ഉല്ലാഹ വദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ വലാ തജ്ഹർ ബിസ്വലാതിക വലാ തുഖാഫിത് ബിഹാ വബ്തഗി ബൈന ദാലിക സബീലാ. നീ നിന്റെ സലാത്തിനെ
ഉച്ചത്തിലാക്കുകയോ തീരെ പതുക്കെയോ ആക്കരുത്. വലാ തജ്ഹർ ബി സ്വലാത്തിക, നീ നിന്റെ സ്വലാത്തിനെ ഉച്ചത്തിലാക്കരുത്. വലാ തുഖാഫിത് ബിഹ, തീരെ പതുക്കെയുമാക്കരുത്. വബ്തഗി ബൈന ദാലിക സബീല, ഒരു മധ്യമാർഗം, അതിനിടയിലുള്ള ഒരു മാർഗം നീ സ്വീകരിക്കുകയും ചെയ്യുക. വബ്തഗി, നീ തേടുക, അന്വേഷിക്കുക. ബൈന ദാലിക, അതിനിടയിലുള്ള സബീല, ഒരു മാർഗം. അപ്പൊ ജഹ്റു ആക്കണ്ട, തുഖാഫിത്തു ആക്കണ്ട. ഇതിന് ഇടയിലുള്ള ഒരു മധ്യമാർഗം, ഒരു മധ്യമായ സബീല്, ഒരു വഴി നീ സ്വീകരിക്കുക, മാർഗം സ്വീകരിക്കുക എന്നാണ്. ഇത് സാധാരണ നമ്മൾ സലാത്തായിട്ട് എടുത്തു നോക്കുക, ഇന്നത്തെ ആചാര നമസ്കാരമായിട്ട് എടുത്തു നോക്കുക. ഈ വചനത്തിൽ എന്താണ് പ്രവാചകനോട് അള്ളാഹു പറയുന്നത്? പ്രവാചകനോടുള്ള കൽപ്പന എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരോടുള്ള കൽപ്പനയാണത്, ഓരോ വിശ്വാസിയോടുള്ള കൽപ്പനയാണത്. അത് ഉച്ചത്തിലുമാക്കണ്ട, പതുക്കെയുമാക്കരുത് എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അതിൻ്റെ ഒരു മധ്യമാർഗം സ്വീകരിക്കാനാണ് അള്ളാഹു ഈ വചനത്തിലൂടെ പ്രവാചകനോടും ആ പ്രവാചകനിലൂടെ സമൂഹത്തോടും കൽപ്പിക്കുന്നത്. ഈ കൽപ്പന വെച്ച് ഇന്ന് നിലവിലുള്ള വിവിധ സമയങ്ങളിലുള്ള ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാര നമസ്കാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഫജ്ർ രാവിലത്തെ നമസ്കാരം, മഗ്രിബ് വൈകുന്നേരത്തെ നമസ്കാരം, ഇശ കുറച്ചും കൂടി രാത്രി ഇരുട്ടായ ശേഷമുള്ള നമസ്കാരം. ഈ നമസ്കാരങ്ങൾ സത്യത്തിൽ എങ്ങനെയാണ്? ഉറക്കെയാണ്, ജഹറിലാണ്. ഇനി ളുഹറും ഉച്ചക്ക്, അസർ ഏകദേശം ഒരു 4 മണിയോടുകൂടി നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരവും, ഇത് രണ്ടും തീരെ ശബ്ദമില്ലാതെയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഖുർആനിന്റെ നേരെ വിരുദ്ധമാണ് ഇന്ന് പ്രവാചകൻ അനുഷ്ഠിച്ചു എന്ന് പറയുന്ന, പ്രവാചകന് ശേഷം അദ്ദേഹത്തിന്റെ അനുചരന്മാരനുഷ്ഠിച്ചു എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ആചാര അനുഷ്ഠാനമായ നമസ്കാരം എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ന് ഈ ഖുർആനിക കൽപ്പനയുടെ നേരെ വിപരീതം. ജഹ്റുവാണ്, ഖുഫിയുമാണ്, പതുക്കെയുമാണ്, ഉറക്കയുമാണ്. ഫജ്റും മഗ്രിബും ഇശയും ഉറക്കെ, ളുഹറും അസറും പതുക്കെ. അപ്പോൾ പ്രവാചകൻ ദൈവികമായ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് വരിക. ഇനി ഉറക്ക ഖുർആൻ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂമുകൾ അതീവ ഉച്ചത്തിലാണ് ആമീൻ ചൊല്ലുക. അതൊന്നും കൂടി ഉറക്കെയാണ്. ഞങ്ങൾ ധിക്കരിച്ചേ മതിയാവൂ എന്നുള്ള രൂപത്തിലാണ് മഅ്മൂമികൾ ദൈവിക കൽപ്പന ധിക്കരിച്ചേ മതിയാവൂ എന്ന അതീവ ശബ്ദത്തിൽ, അതീവ ഉച്ചത്തിലാണ് ആമീൻ ചൊല്ലാറുള്ളത്. അപ്പൊ സ്വലാത്തിന് നമസ്കാരം എന്ന അർത്ഥമെടുത്താൽ സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പ്രവാചകൻ അള്ളാഹുവിന്റെ കൽപ്പനയുടെ വ്യക്തമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ്. സത്യത്തിൽ ഒരിക്കലും പ്രവാചകൻ ദൈവിക കൽപ്പനകൾക്ക് വിരുദ്ധമായി ലംഘനമായി പ്രവർത്തിക്കുകയില്ല, ലംഘനം നടത്തുകയില്ല എന്ന് വളരെ ഉറപ്പാണ്. നമ്മെ സംബന്ധിച്ച് പ്രവാചകൻ ഒരിക്കലും ഖുർആനിക കൽപ്പനകൾക്ക് ലംഘനം ഒരിക്കലും അദ്ദേഹം നടത്തുകയില്ല. അതുകൊണ്ട് ഇവിടെ സ്വലാത്തിന് നമസ്കാരം എന്ന അർത്ഥം നൽകാൻ കഴിയില്ല. ഇപ്പോഴത്തെ നമസ്കാരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 3 എണ്ണം ഉറക്കെയും 2 എണ്ണം പതുക്കെയുമാണ്, ശബ്ദമില്ലാതെയുമാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നടപ്പിലാക്കുക എന്ന അർത്ഥം എടുത്താൽ അപ്പോഴേ ഇത് പരിപൂർണമായിട്ടും യോജിക്കുകയുള്ളൂ. 2-3 തലത്തിൽ ഇതിന് വ്യാഖ്യാനിച്ചവരുണ്ട്. ഇതിന്റെ ദൈവികമായ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുകയും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ അത് ഒന്ന് മതപ്രസംഗം മറ്റു സംഗമങ്ങളൊക്കെ ചില വലിയ ഒച്ചപ്പാടോടുകൂടി നടത്തുന്നത് കാണാം. അതൊരിക്കലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അഥവാ സ്വലാത്ത് നടപ്പിലാക്കുന്ന രീതിയല്ല.
പുറക്കെ സമൂഹത്തിന് ദോഷകരമാവുന്ന രൂപത്തിൽ. അതുപോലെ തന്നെ ചില ആളുകൾ അധമ ബോധം കൊണ്ട് അമിത വിനയത്തോടെ സ്വന്തം ജീവിതത്തിലോ സമൂഹത്തിലോ യാതൊരു സ്വാധീനവും ചെലുത്താൻ പറ്റാത്ത രൂപത്തിൽ, അതിനെ ആളറിയാത്ത രൂപത്തിൽ വളരെ സൈലന്റായിട്ട് നടത്തുന്ന ഇതുണ്ട്. വളരെ സൈലന്റ്, ഒരു പ്രതികരണവും സമൂഹത്തിൽ അത് സൃഷ്ടിക്കാത്ത രൂപത്തിൽ. ഈ വ്യക്തിയിൽ തന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കുടുംബത്തിൽ തന്നെ ഈ ദൈവികമായ വിധിവിലക്കുകൾ നടപ്പിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ, അത് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രൂപത്തിൽ, അത്ര പോലും അത് ഫലവത്താകുന്ന രൂപത്തിലായിരിക്കില്ല. അത്ര സൈലന്റ് ആയിട്ടാണ് അവൻ ഈ പ്രവർത്തനം നടത്തുന്നത്. മറ്റതാണെങ്കിൽ ദുആയാണെങ്കിൽ, പ്രാർത്ഥനയാണെങ്കിൽ റബ്ബക്കും തളറുഅൻ വഖുഫിയാന, വിനയത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അത് വളരെ വിനീതമായി, വിനയത്തോടു കൂടി, വളരെ താഴ്മയോടുകൂടിയാണ് നിങ്ങൾ ജനങ്ങളെ വിളിക്കേണ്ടത്. ഇതൊന്നല്ല, ഇത് അള്ളാഹുവിനെ വിളിക്കേണ്ടത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതല്ല. ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത രൂപത്തിൽ വളരെ സൈലന്റ് ആയിട്ടോ, സമൂഹത്തിൽ ഇളക്കി മറിക്കുന്ന രൂപത്തിൽ വളരെ ഉച്ചത്തിലായിക്കൊണ്ടോ ഇതിനെ നീ നടത്തരുത്, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സമൂഹത്തിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രണവും ടാക്ടിക്സൊക്കെ, അതായത് അതിന് പറ്റിയ ചില തന്ത്രങ്ങളും ആവശ്യമുള്ള കാര്യമാണ്. അതിന് അവിടെ വിനയം കൂടിയാലും സത്യത്തിൽ ദോഷമുണ്ടാവും. കോലാഹലങ്ങൾ ഒച്ചപ്പാടോടുകൂടി ചെയ്താലും അത് ദോഷമുണ്ടാവും. എന്നാൽ ആചാര നമസ്കാരത്തിൽ വിനയം എത്ര കൂടിയാലും അത്ര കണ്ട് ഭക്തി പ്രകടമാവുകയേ ചെയ്യുള്ളൂ. അതാണ് സലാത്ത് നമസ്കാരമായി എടുത്താലുള്ള പ്രശ്നം. അത് എത്ര കണ്ട് വിനയം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആചാരാനുഷ്ഠാനം ചെയ്യുമ്പോൾ നാം വിനയാന്വിതനാവുന്നുവോ അത്ര കണ്ട് നല്ലതാണത്. അപ്പോൾ അമിതമായ വിനയത്തോടുകൂടിയോ, സമൂഹത്തിൽ ഒരു സ്വാധീനവും ചെലുത്താത്ത രൂപത്തിലോ, സമൂഹത്തിൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന രൂപത്തിലോ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നീ നടപ്പിലാക്കാനോ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനോ നീ ശ്രമിക്കരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, അതിന് പറ്റിയ ഒരു സാഹചര്യവും വേണമെന്ന് പറഞ്ഞു. അല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതിന് പറ്റിയൊരു സാഹചര്യമൊന്നുമില്ലാത്ത സന്ദർഭത്തിൽ ഇത് വളരെ ഒച്ചപ്പാടുണ്ടാക്കി പറഞ്ഞാൽ അത് വിപരീത ഫലമാണ് ഉണ്ടാകുക. അതിന് ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തു. അധികാരം ഉണ്ടെങ്കിലേ, ചില ആളുകളുടെ ധാരണയിൽ അധികാരം ഉണ്ടെങ്കിലേ ഇസ്ലാം നടപ്പിലാക്കാൻ പറ്റും. സത്യത്തിൽ എന്തിനാണ് അധികാരം? ഒരു മുസ്ലിമായി ജീവിക്കാൻ അതിനു പറ്റിയൊരു ഭൂമിക തയ്യാറാകണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇസ്ലാമിക സ്റ്റേറ്റോ ഇസ്ലാമികമായ അധികാരമോ ഉണ്ടെങ്കിലേ മുസ്ലിമായി ജീവിക്കാനോ മോമിനായി ജീവിക്കാനോ പറ്റുള്ളൂ എന്നല്ല. ഭരണം തന്നെ വേണ്ട എന്നുള്ള അഭിപ്രായം എനിക്ക്. മുസ്ലിം അതെന്നെ, എന്ത് ഭരണം തന്നെ എന്താ? 4/4 ഈ ടാക്സ് പിരിച്ചിട്ട് അതിന് കുറെ കൈയിട്ട് വാരി ഒരു പഞ്ചായത്തോ ഒരു സ്റ്റേറ്റോ ഒക്കെ ഭരിക്കാന്ന് പറഞ്ഞാൽ ഈ ഭരണം മാനവരാശിയുടെ മനസ്സ് കീഴടക്കാനാണ് ഖുർആൻ മുസ്ലിങ്ങളോട് പറയുന്നത്. മനുഷ്യരുടെ മനസ്സിലേക്കാണ് മനുഷ്യരുടെ മനസ്സാ കീഴടക്കേണ്ടത്, അല്ലാതെ ഒരു അധികാരമല്ല കീഴടക്കേണ്ടത്. സത്യം പറയാൻ എന്തിനാ അധികാരം? എന്റെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ തന്റെ സഹജീവികൾക്ക് പങ്കുവെക്കാൻ എന്തിനാ അധികാരം? എനിക്ക് കുറച്ച് അനുഗ്രഹങ്ങളുണ്ട്, അത് തന്റെ സഹജീവി, അത് വേണ്ടാന്ന് ആരാ പറയാം? ഇപ്പൊ ഇവിടുത്തെ ഇസ്ലാമിന്റെ ഇന്ന് പറയുന്ന ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾക്ക് പോലും ശരിയായി മുസ്ലിമായി ജീവിക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയാൻ കഴിയില്ല. ഈ വേറൊരു 6-ാം നൂറ്റാണ്ടിലെയോ അതിന്റെ മുമ്പോ ഉള്ള അറേബ്യയിലെ കെട്ടുകഥകളോ ഐതിഹ്യങ്ങളോ ചില ആചാരങ്ങളോ ചില അനുഷ്ഠാനങ്ങളോ ചില ശിക്ഷാരീതികളോ
ഒരു രാജ്യത്ത് നടപ്പിലാക്കണം എന്ന് പറയുമ്പോഴാണ് അത് നടപ്പിലാക്കാനാണ് ഈ പ്രയാസങ്ങളും ഈ ദുരിതങ്ങളും ഈ കഷ്ടപ്പാടുകളും ഈ കലാപങ്ങളും ഈ സംഘർഷങ്ങളും ഒക്കെ നടക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ എന്ത് നടപ്പിലാക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിലെ ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ചില വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ ചില ശിക്ഷാരീതികൾ, ഇത് എല്ലാവരും അംഗീകരിച്ചേ മതിയാവൂ എന്ന രൂപത്തിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ഖുർആൻ പറയുന്ന ഇസ്ലാം, ഖുർആൻ പറയുന്ന മുസ്ലിം, ഖുർആൻ പറയുന്ന മുഅ്മിനായിട്ട് ജീവിക്കാൻ എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ? അതിന്റെ ആവശ്യമില്ല. സത്യം പറയാൻ എന്തിനാണ്? ഒരു നീതി വേണ്ടാന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ തന്നെ ശത്രു പറയും, ഒരു നീതി അവന് കിട്ടുകയാണെങ്കിൽ അത് വേണ്ടാന്ന് പറയും. ഒരു ധർമ്മം അവന് കിട്ടുകയാണെങ്കിൽ അത് വേണ്ടാന്ന് പറയും. അവനോട് കരുണ അവന് കിട്ടുകയാണെങ്കിൽ അത് വേണ്ടാന്ന് പറയും. ദൈവത്തെ ഓർത്തുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ അവന് ദൈവത്തിന്റെ വിധിവിലക്കുകളെ കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ നിഷേധിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്നുകൊണ്ട് തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ ആ സഹായം വേണ്ടെന്ന് ആരെങ്കിലും പറയും. അപ്പോൾ നീതി ലഭിക്കുന്നത്, സമാധാനം കിട്ടുന്നത്, സുരക്ഷ കിട്ടുന്നത്, സഹായം കിട്ടുന്നത്, ധർമ്മം കിട്ടുന്നത്, ആക്രമിക്കപ്പെടാത്തത് ഏത് രാജ്യത്താ? ഏത് ഇസ്ലാമിന്റെ തന്നെ ശത്രുക്കൾ എന്ന് പറയുന്ന ഏത് ജനങ്ങളാ വേണ്ടാന്ന് പറയാം? അപ്പൊ അതാ പറയുന്നത്, ഇതിനൊക്കെ എന്തിനാ ഒരു ഭരണം എന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ സഹജീവികളോട് നീതിയിൽ പെരുമാറാൻ, എനിക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ തൻ്റെ സഹജീവികൾക്ക് പങ്കുവെക്കാൻ, സത്യം പറയാൻ, കളവ് പറയാതിരിക്കാൻ. അതാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ നടത്തിപ്പും അത് മറ്റ് സമൂഹങ്ങൾ അംഗീകരിക്കണമെന്നും ഇവർ കണ്ടെത്തിയ കുറച്ച് ശിക്ഷാരീതികൾ 6-ാം നൂറ്റാണ്ടിലോ അതിനു മുമ്പോ ആ സമൂഹത്തിലോ ക്രൈസ്തവ സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ശിക്ഷാരീതികളിലൊക്കെ ലോകത്ത് മുഴുവൻ നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ, അത്തരം ഒരു ഭരണം ഇവിടെ സ്ഥാപിച്ച് കിട്ടണമെന്ന് പറയുമ്പോഴാണ് ഇത് എതിർക്കപ്പെടുകയും ഇത് രാജ്യത്തിന് സംഘർഷങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഇതുകൊണ്ട് ലോകത്തിനോട്ട് ഗുണവുമില്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ ഇതിന് മാറ്റവും ഇല്ല. സത്യത്തിന് ആദനബിയുടെ കാലഘട്ടത്തിലും ഇന്നത്തെ കാലത്തും സത്യം തന്നെ, നീതി തന്നെ, ധർമ്മം തന്നെ, കരുണ തന്നെ. ഇതിന് മാറ്റങ്ങളില്ലാത്ത ദൈവിക നിയമങ്ങൾ ഇതൊക്കെയാണ്. നേരെ മറിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ കാലഘട്ടത്തിനും കാലാകാലങ്ങളിലും അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് സ്ഥായിയല്ല. ഒരു രാജ്യത്തുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മറ്റു രാജ്യത്തുണ്ടാകണമെന്നില്ല. ഒരു മതവിശ്വാസിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റു മതവിശ്വാസികൾക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു മതവിശ്വാസിയുടെ തന്നെ വിവിധ അവാന്തര വിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഒരുപോലെയാകണമെന്നില്ല. അപ്പൊ ഇത് തന്നെയാണ് ദൈവികമല്ലാത്. ഇപ്പോ ഒരു മതവിഭാഗത്തിൽപ്പെട്ട വിവിധ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ തന്നെ വൈവിധ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു മുസ്ലിമായി ജീവിക്കാൻ, ഒരു മോമിനായി ജീവിക്കാൻ അവന് ഇതൊന്നും ഇവര് പറയുന്ന രൂപത്തിലുള്ള ഭരണ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. ഈ അനുഷ്ഠാനങ്ങളുടെ സ്ഥാപനവും ചില ശിക്ഷാരീതികളുടെയും ചില ഐതിഹ്യങ്ങളുടെയും കെട്ടുകഥകളുടെയും സ്ഥാപനവും അത് വിശ്വസിക്കൽ നിർബന്ധവുമാക്കിക്കൊണ്ടുള്ള ഭരണ സംവിധാനങ്ങൾ ലോകത്ത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഈ സംഘർഷങ്ങളും അക്രമങ്ങളും ഒക്കെ ലോകത്തുണ്ടായത് എന്നാണ്. പക്ഷെ ഒരു മുസ്ലിമിന് ലോകത്തിന് കീഴടക്കാൻ ഏതെങ്കിലും ഈ വണ്ടി വലിച്ചു നടക്കുന്ന ഭിക്ഷക്കാരൻ്റെയോ ചായ കച്ചവടക്കാരൻ്റെയോ മറ്റേതെങ്കിലും തൊഴിലാളികളുടെയോ മറ്റേതെങ്കിലും പാവങ്ങളുടെയോ ഇടയിൽ നിന്ന് പിരിച്ചുകൊണ്ട്, ചുങ്കം പിരിച്ചുകൊണ്ടോ നികുതി പിരിച്ചുകൊണ്ടോ ജിസിയ പിരിച്ചുകൊണ്ടോ നടത്തുന്ന കൊച്ചു ഭരണമല്ല. അവൻ മനുഷ്യ മനസ്സുകളെ കീഴടക്കേണ്ടവനാണ് മുസ്ലിം. അതെങ്ങനെ കീഴടക്കണം? നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ട്. ഇസ്ലാമിൻ്റെ മൗലികമായ, ദൈവത്തിൻ്റെ മൗലികമായ നിയമങ്ങൾ, ആ നിയമങ്ങൾക്ക് കാലങ്ങൾക്കോ ദേശങ്ങൾക്കോ കാലഘട്ടങ്ങൾക്കോ അനുസരിച്ച് അത് മാറുന്നതല്ല. ആദം നബിയുടെ കാലഘട്ടത്തിലുള്ളതും ഇന്നുള്ളതും അമേരിക്കയിലുള്ളതും ബ്രിട്ടനിലുള്ളതും ഇന്ത്യയിലുള്ളതും അറേബ്യയിലുള്ളതും ഒക്കെ ആ ദൈവികമായ തത്വസംഹിതകൾക്ക് മാറ്റമില്ല. അതൊന്നു തന്നെയാണ്. അതിന് അന്നത്തെ നീതിക്കും ഇന്നത്തെ നീതിക്കും മാറ്റമില്ല. അന്നത്തെ ശരികൾക്കും ഇന്നത്തെ ശരികൾക്കും മാറ്റമില്ല. അന്നത്തെ സത്യങ്ങൾക്കും ഇന്നത്തെ സത്യങ്ങൾക്കും മാറ്റമില്ല. ഇത് മാറ്റമില്ലാതെ തുടരുന്ന ദൈവത്തിൻ്റെ ഈ അടിസ്ഥാന തത്വസംഹിതകളാണ് ജീവിതത്തിൽ നാം നടപ്പിൽ വരുത്തേണ്ടത്.
അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ വിഷയത്തിൽ നിന്ന് അല്പം തെറ്റി പറഞ്ഞതാണ്. ഈ ആചാരാനുഷ്ഠാനങ്ങൾ അത് വ്യത്യാസങ്ങളുള്ളതാണ്. അത് ഒരു മതവിഭാഗത്തിൻ്റെ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്കിടയിൽ ഒരുപാട് വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇനി ഒന്ന് രണ്ട് ആയത്തുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നിങ്ങളെന്നെ ക്ഷമിക്കാനും സഹിക്കാനും തുടങ്ങിയതാണ്. നിങ്ങൾക്കും ക്ഷമ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഉത്ലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ് സ്വലാത്ത ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. തീർച്ചയായും സ്വലാത്ത്, ഫഹ്ശാ എന്ന് പറഞ്ഞ ഷിർക്ക്, അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെയാണ് ഫഹ്ശാ എന്ന് പറയാം. ഇവർ പറയുന്ന വ്യഭിചാരം അതുപോലുള്ള കാര്യത്തിനൊന്നുമല്ല. അതൊക്കെ ഇസ്ലാമിക വിരുദ്ധം തന്നെയാണ്. അതിൽ ഒരു ഭാഗം അതിൽ പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഫഹ്ശാ എന്ന് വ്യാപകമായി, അത് വ്യാപകമായ അർത്ഥത്തിലാണ്. അത് ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദമായ വിവരണങ്ങൾ ഖുർആന്റെ മാനവിക മാനം എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ കഴിയും. ആ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇവിടെ ഫഹ്ശാ എന്താന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇസ്ലാമിക വിരുദ്ധമായ ശിർക്കൻ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയുമാണ് യഥാർത്ഥത്തിൽ ഫഹ്ശാ എന്ന് പറയുന്നത്. ആ ഫഹ്ശായിൽ നിന്നും ചീത്ത സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും തടയുന്നു മനുഷ്യരെ എന്നാണ് അള്ളാഹു പറയുന്നത്. സലാത്ത് സ്വഭാവ ദൂഷ്യത്തെയും അസഭ്യതകളെയും ഉന്മൂലനനാശം ചെയ്യും. ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളെ, ശിർക്കൻ വിശ്വാസങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യും എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. എന്നാൽ ഈ സലാത്ത് ആചാരാനുഷ്ഠാനമായ നമസ്കാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നമസ്കാരം നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ ചീത്ത പ്രവർത്തനങ്ങളിലും അസഭ്യതകളിലും മുഴുകുന്നവരാണ് അധിക ആളുകളും. അപ്പോൾ അവർ പറയും അത് യഥാർത്ഥ നിസ്കാരമല്ല. ഞാൻ ചോദിച്ചു, യഥാർത്ഥ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളെ അവിടെ എന്നെ കാണിച്ചു തരും? കോടികളിലോ ലക്ഷങ്ങളിലോ ഒന്നോട്ട് കാണാനുമില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളുമായി അള്ളാഹുവുമായി കണക്ട് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. അള്ളാഹുവായി ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചു. ആ ദൈവത്തിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച്, ശരികളെക്കുറിച്ച് അവബോധമുണ്ടാവുകയും അത് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തന രംഗത്ത് കൊണ്ടുവരികയും ചെയ്യുക. അതാണ് ദൈവവുമായുള്ള കണക്ഷൻ. ആ കണക്ഷൻ മനുഷ്യരെ എന്ത് ചെയ്യും? ഫഹ്ശാകളിൽ നിന്നും മുങ്കറുകളിൽ നിന്നും അവനെ അകറ്റി നിർത്തും. അപ്പൊ ദൈവിക വിധിവിലക്കുകളെ നിരന്തരമായി പിന്തുടർന്ന് ജീവിക്കുക എന്നുള്ളത്, അത് ഞാൻ സൂചിപ്പിച്ചു. നിരന്തരമായി പിന്തുടരുക എന്നതാണ് സലാ എന്നുള്ളതിന്റെ. ജാ മുസല്ലിയൻ എന്ന് പറഞ്ഞാൽ വസല സാനിയൻ ഫിസ്സിബാക്കി, ഒരു മത്സരത്തിൽ രണ്ടാമതെത്തിയത് എന്ന് പറയാത്ത ഏത് ഡിക്ഷണറി അറബിയിലുള്ളത്? അത് ആരോ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റികൾ തെരഞ്ഞ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലെ ലൈബ്രറികളിൽ പോയി തിരയൊന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അത് നെറ്റും ഉണ്ടെങ്കിൽ, അറബിയിൽ നിങ്ങൾക്ക് അടിക്കാൻ കഴിയുമെങ്കിൽ സല്ലാ യുസല്ലി എന്ന് അടിച്ചിട്ട് അതിൻ്റെ അർത്ഥം വിവിധ ഡിക്ഷണറികളിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സല്ല എന്ന് പറഞ്ഞാൽ ജാ മുസല്ലിയൻ എന്ന് പറഞ്ഞാൽ വസല സാനിയൻ ഫിസ്സിബാക്കി, ഒരു ഓട്ട മത്സരത്തിൽ വിടാതെ പിന്തുടർന്നുകൊണ്ട് രണ്ടാമതെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു, ആ സിലത്തു ബി അവാമിരില്ലാഹി വനവാഹി, ദൈവിക വിധിവിലക്കുകളോട് ഒട്ടിച്ചേർന്ന് കഴിയുക എന്നതാണ് സലാത്ത് എന്ന് പറഞ്ഞു. സുമ്മ ഇന്നക്കും ലസാലുൽ ജഹീം എന്ന് പറഞ്ഞു. യസ്ലൗനഹ, അതിൽ അവർ ചെന്ന് ചേരും എന്ന് പറഞ്ഞു. ഖുദൂഹു ഫഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു എന്ന് പറഞ്ഞു. ഫലാ സ്വദ്ദക വലാ സല്ല വലാകിൻ കദ്ദബ വതവല്ല എന്ന് പറഞ്ഞു. സ്വദ്ദക്കയുടെ വിപരീതം കദ്ദബ പറഞ്ഞു. തവല്ല, പിന്തിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ സല്ല, അതിനോട് പിന്തുടർന്നു പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്. അപ്പോൾ ദൈവികമായ വിധിവിലക്കുകളെ നിരന്തരമായി പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി അവനെ ഫഹ്ശായിൽ നിന്നും മുങ്കറിൽ നിന്നും അവനെ തടഞ്ഞു നിർത്തും. പിന്നെ എങ്ങനെ അവനത് ചെയ്യാൻ കഴിയുക? അവൻ അസഭ്യതകളിൽ മുഴുകുന്നവരാകുന്നത്. ഇവിടെ ഈ ആചാര നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ സത്യം പറയാറില്ല. അന്യരുടെ ധനം ചൂഷണം ചെയ്യുന്നതിൽ ഒരു കുറവുമില്ല. അയൽവാസിയുടെ സ്വത്ത് മെല്ലെ മെല്ലെ തുറന്നെടുക്കുന്നതിൽ മാറ്റല്ല. അവന് സമൂഹത്തിൽ അവൻ വേണ്ട എല്ലാ ചീത്ത പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിൽ ഒരു കുറവുമില്ല. ഇസ്ലാമിക രാജ്യങ്ങളിലാണ് സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ തിന്മകളിൽ നിന്ന് സമൂഹം മാറി നിൽക്കേണ്ടത്. പക്ഷേ ലോകത്ത് തിന്മകൾ അവിടെ പോയ ആളുകൾക്കറിയാം.
അത് ഞാൻ ആ രാജ്യങ്ങളും മറ്റൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ ഓരോ രാജ്യങ്ങളിലും നടക്കുന്ന അധർമ്മങ്ങൾ, അനീതികൾ, അക്രമങ്ങൾ, ഇസ്ലാമികമായ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, നീച പ്രവർത്തികൾ, അധ്വാനിക്കുന്നവന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യൽ, അന്യന്റെ സ്വത്ത് അപഹരിക്കൽ, കളവ് പറയൽ, ഇങ്ങനെ രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ ഒരു കാര്യവും ചെയ്യാത്ത ആളുകൾ, ഇവരൊക്കെ ഈ പറയുന്ന ആചാരാനുഷ്ഠാനത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകളാണെന്ന് കാണാൻ കഴിയും. പക്ഷേ ഖുർആൻ പറയുന്നത് സ്വലാത്ത് ചെയ്താൽ അള്ളാഹുവുമായി കണക്ട് ചെയ്യുന്ന, അള്ളാഹുവിന്റെ വിധിവിലക്കുകളുമായി സദാ പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഫഹ്ശാകളിൽ നിന്നും അതാണ് ശരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ നേരത്തെ കുറിച്ച് സൂചിപ്പിച്ചത്. ദൈവത്തെക്കുറിച്ച് ബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ശരിയെക്കുറിച്ച് വ്യക്തമായി ബോധം ഉണ്ടാകുക എന്നാണ്. തിന്മയെക്കുറിച്ച് ബോധമുണ്ടാകുക, നന്മയെക്കുറിച്ച് അവന് വ്യക്തമായ ബോധമുണ്ടാവും, അവനിൽ നിന്ന് തിന്മ ഉണ്ടാവൂല. എന്തൊക്കെയാണ് ദൈവബോധത്തിന് വിരുദ്ധമായ, ദൈവത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്ന് അവന് വ്യക്തമായ അവബോധം സൃഷ്ടിച്ച വ്യക്തിയാണവന്. അങ്ങനത്തെ വ്യക്തിയിൽ നിന്ന് തിന്മയുണ്ടാവുകയില്ല. കാരണം അവൻ സദാ അതിനെ പിന്തുടർന്ന് ജീവിക്കുന്നവനാണ്. അപ്പോ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് സലാത്ത് മനുഷ്യരെ ഫഹ്ശാകളിൽ നിന്നും മുങ്കറുകളിൽ നിന്നും തടഞ്ഞു നിർത്തും എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സദാ പിന്തുടർന്ന് ജീവിക്കുന്നവരെ ചീത്ത പ്രവർത്തികളും ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തികളും ചെയ്യുന്നവരായി നാം കാണുന്നുമില്ല. അവൻ നീച പ്രവർത്തികൾ ചെയ്യുന്നവരാകട്ടെ ഞങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പിന്തുടർന്ന് ജീവിക്കുന്നവരാണെന്ന് അവകാശപ്പെടാറില്ല. ഒരു ചീത്ത പ്രവൃത്തിയിൽ മുഴുകി കളവ് പറയുന്നവന്, അന്യായമായി അന്യരുടെ സ്വത്ത് അപഹരിക്കുന്നതിന്, ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവരെ, ഇവർക്ക് ആകെ ഉള്ളത് എന്താന്ന് പറഞ്ഞാല് ഒരു സുന്നത്ത് നിസ്കാരം, അതൊക്കെ ഒഴിവാക്കലാണ് ഏറ്റവും. സമൂഹത്തിന് ദോഷകരമായ പ്രവർത്തനങ്ങൾ, അതാണ് സത്യത്തിൽ ചീത്ത പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ. മറ്റുള്ള അവരുടെ അവകാശം കവർന്നെടുക്കൽ, അതൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. 1000 നുണ പറഞ്ഞാലും ഇവർക്കൊരു പ്രശ്നവുമില്ല. ഒന്ന് നിസ്കരിച്ച് കിട്ടിയാൽ മതി. അതാ അവരെ സംബന്ധിച്ച് അമലുസാലിയാത്തൊരു നിസ്കാരം. അപ്പോ ചീത്ത പ്രവർത്തികളെ പിന്തുടർന്ന് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഞങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പിന്തുടർന്ന് ജീവിക്കുന്നവരാണെന്ന് അവകാശപ്പെടാറില്ല. നമ്മുടെ ഈ സാധാരണ ഈ ആചാര നമസ്കാരക്കാരെ പോലെ. നമസ്കാരക്കാരിൽ പലരും ശിർക്ക് ചെയ്യുന്നവരും, അനാഥകളുടെ ധനം അപഹരിക്കുന്നവരും, അഗതികളെയും ദുർബലരെയും അവഗണിക്കുന്നവരും, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു മനസാക്ഷിക്കുത്തും തോന്നാത്തവരുമാണ് സാധാരണ നമസ്കാരക്കാരായ ആളുകൾ. അനാഥ കുട്ടികളെ അവഗണിക്കുക, ദുർബലരെ അവഗണിക്കുക, അഗതികളെ അവഗണിക്കുക, അവരുടെ സ്വത്ത് അപഹരിക്കുക, ശിർക്ക് ചെയ്യുക, കളവ് പറയാ, ഇതിലൊന്നും യാതൊരു മനസാക്ഷിക്കുത്തും തോന്നാത്ത ആളുകളാണ് സാധാരണക്കാരായ ഈ നമസ്കാരക്കാർ. അപ്പോ നമസ്കരിക്കുന്നവർ തങ്ങൾ നമസ്കരിക്കുന്നവരാണെന്ന അഹന്ത കാരണം പല സൽക്കർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ ആചാര നമസ്കാരക്കാർ. എന്നാൽ നമസ്കരിക്കാത്ത പല ആളുകളിലുമാണ് പക്ഷാതാപ മനസ്ഥിതി കൂടിയവർ. അതിന്റെ പേരിൽ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട് പാപപരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളും അവരായിട്ടാണ്. നമസ്കരിക്കുന്ന ആളുകൾക്ക് പിന്നെ ഒന്നുമില്ല, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു അഹങ്കാരമാണ് അവർക്ക് സത്യത്തിൽ. നമസ്കാരക്കാരുടെ അതിസേവനം അധികവും വായ കൊണ്ട് മാത്രമേ ഉണ്ടാകുള്ളൂ, പ്രസംഗത്തിലും വായ കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവന്റെ ധനമോ പ്രവൃത്തിയോ ഒന്നും തന്നെ, ഇന്നത്തെ ഈ അനുഷ്ഠിക്കുന്ന ആളുകളുടെ ധനമോ പ്രവൃത്തിയോ ഒന്നും തന്നെ, പ്രത്യേകിച്ച് പുരോഹിതന്മാരുടെ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് ലഭിക്കില്ല. നമസ്കാരം തൊഴിലാക്കി വേതനം പറ്റുന്നവർ, അതാ ഞാൻ പറഞ്ഞു, പുരോഹിതന്മാർ പലപ്പോഴും മറ്റു തൊഴിലിൽ ഏർപ്പെടുന്നവർക്കുള്ള വിനയം പോലും കാണിക്കാറില്ല. അവരുടെ മുഖത്ത് ഞങ്ങളിപ്പോൾ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണെന്നല്ല, അഹങ്കാരമായിരിക്കും, ഗർവമായിരിക്കും ആ മുഖങ്ങളിൽ നമുക്ക് ദൃശ്യമാകാൻ കഴിയുന്നത്. അവർ കൂടി വന്നാൽ കാശ് വാങ്ങി മറ്റുള്ളവർക്ക് ദുആ ചെയ്തു കൊടുക്കും. എല്ലാറ്റിനും പരിഹാരം പരലോകത്താണെന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇഹലോകത്ത് അവരുടെ ധനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ മറ്റു സ്വാധീനങ്ങൾ കൊണ്ടോ ചെയ്യാൻ കഴിയുന്ന സഹായം പോലും ചെയ്യാതെ അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി, അള്ളാഹു എല്ലാം നേരിട്ട് തരും എന്നാണ് പറയുക.
ഞാൻ നാളെ സൂചിപ്പിക്കുകയുണ്ടായി, മരണത്തിന് മുമ്പ് പ്രയോജനപ്പെടാത്ത ഒരു മതവും മരണത്തിന് ശേഷവും പ്രയോജനപ്പെടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഭൂമിയിൽ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഗുണവും ആർക്കും കിട്ടില്ല. പിന്നെ അവർ നമ്മളോട് പറയും പരലോകത്തേക്ക് കാത്തിരുന്നോളി, അവിടുന്നാണ് നിങ്ങൾക്ക് എല്ലാം കിട്ടുക. ഭൂമിയിൽ തന്നെ ഈ പ്രത്യയശാസ്ത്രം കൊണ്ട് സമൂഹത്തിനും മാനവരാശിക്കും ഗുണം ചെയ്യാൻ പറ്റണം. അത് ചെയ്തുകൊണ്ട് അങ്ങനെ ഉപകാരം ചെയ്യാൻ പറ്റുന്ന പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അവർക്കാണ് പരലോകത്തും വിജയം കിട്ടുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവർ പറയാം എല്ലാം അള്ളാഹു നേരിട്ട് തരും എന്ന് നമ്മളെ പറഞ്ഞ് സമാധാനിപ്പിക്കും ചെയ്യും. അവരൊന്നും ചെയ്യില്ല. ഇവിടെ കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് ഉറപ്പാണെന്നും പറയും. അങ്ങനെ കർത്തവ്യങ്ങളിൽ നിന്നും വഴുതി മാറി നമസ്കാരത്തിന് വേണ്ടി ഓടിപ്പോകുന്ന നമസ്കാരത്തിന്റെ തൊഴിലാളികളെ നമുക്ക് കാണാൻ കഴിയും. മഹാഭൂരിപക്ഷം നമസ്കരിക്കുന്നവരായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചില രാജ്യങ്ങളിൽ അത്തരം നമസ്കാരക്കാർക്കിടയിൽ താരതമ്യേന മറ്റു സമൂഹങ്ങളിലുള്ളതിനേക്കാൾ സംസ്കാരശൂന്യരും മൃഗീയ സ്വഭാവമുള്ളവരും മറ്റു ചില ഇതൊന്നുമില്ലാത്ത രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ സ്വഭാവമുള്ള ആളുകളും ഇത്തരം നമസ്കാരമുള്ള രാജ്യങ്ങളിൽ ഭൂരിപക്ഷമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന് വേണ്ടത്ര ഉദാഹരണങ്ങൾ പല സ്ഥലത്തെയും നമുക്ക് ഉദാഹരിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ പേരെടുത്തൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം സ്വലാത്തിന് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുക എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ ഇത്രമേൽ അധപ്പതിക്കുമായിരുന്നില്ല എന്ന് അധിക ബുദ്ധിയൊന്നും വേണ്ട. അത് മനസ്സിലാക്കാൻ നിരന്തരമായി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുന്ന മനുഷ്യരിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. അത് മനസ്സിലാക്കാൻ ചെറിയ ഒരു ബുദ്ധി, ഒരു സാമാന്യ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാവുന്ന ചെറിയൊരു കാര്യമാണത്. വേദം വായിച്ച് സലാത്ത് നടപ്പിലാക്കുക എന്നതിൽ നിന്ന് തന്നെ സ്വലാ എന്താണെന്ന് വേദത്തിലുണ്ട് എന്നാണ്. എന്നാൽ സ്വലാ എന്നാൽ ആചാര നമസ്കാരമാണെന്ന് വാദിക്കുന്നവർ തന്നെ ആ നമസ്കാരത്തെപ്പറ്റി വേദത്വത്തിലൊന്നുമില്ലെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഖുർആനിൽ നിസ്കാരത്തിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്കാരത്തിന്റെ കാര്യം ഒന്നുമില്ല എന്നാണ് പറയാ. ഇനി കൂടുതൽ ഈ വിഷയവുമായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഇതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിച്ചത്. ഇന്ന് ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പിന്തുടർന്ന് ജീവിക്കുക എന്നതാണ് സലാത്ത് എന്നും മുസ്ലിം സമൂഹം ലോകത്ത് ഉന്നതന്മാരായി കഴിയേണ്ട, ലോകത്ത് തന്നെ സാംസ്കാരികമായി, വൈജ്ഞാനികമായി, ധാർമ്മികമായി, സത്യത്തിലും നീതിയിലും ധർമ്മത്തിലും ഒക്കെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കേണ്ട, വിജ്ഞാനത്തിലൊക്കെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കേണ്ട, സമൂഹത്തിൽ ഔന്നിത്യം നേടേണ്ട ആളുകളായിരുന്നു സത്യത്തിൽ ദൈവികമായ വേദത്തെ അംഗീകരിച്ച് ജീവിക്കുന്നവർ. സത്യത്തിൽ അവരാണ് ആകേണ്ടിയിരുന്നത്. അതാണ് അന്തുമുല്ല അലൗന ഇൻകുന്തും മൂമിനീൻ എന്ന് ഖുർആൻ പറഞ്ഞതിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ ക്ലാസ് തുടങ്ങിയത്. പിന്നെ സ്വലാത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. എന്താണ് സലാത്തിന്റെ ലക്ഷ്യമെന്ന് വിശദീകരിച്ചു. 2-3 ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവസ്മരണ നിലനിർത്തുക. ദൈവസ്മരണ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഏതെങ്കിലും ഒരു ഭീകരമായ വിചിത്രമായ ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരു സൃഷ്ടിയെക്കുറിച്ചോ ഒരു സൃഷ്ടിയെക്കുറിച്ചല്ല സൃഷ്ടാവിനെക്കുറിച്ച് ഏതോ ഒരു ഭീകരമായ രൂപം എവിടെയോ ആകാശങ്ങളിൽ എവിടെയോ ഇരിക്കുന്ന ഒരു വസ്തുവിനെക്കുറിച്ചുള്ള ഒരു ഭീകരമായ ഒരു രൂപം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓർത്തിങ്ങനെ കഴിയലല്ല, മറിച്ച് ശരിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ഇങ്ങനെ ദൈവികമായ ഗുണങ്ങളെക്കുറിച്ചുള്ള അവബോധം മനസ്സിൽ സൃഷ്ടിക്കുകയും അവബോധമുണ്ടാക്കുകയും ആ അവബോധമനുസരിച്ച് അവൻ്റെ കൽപ്പനകളെ, ഇത്തരം കൽപ്പനകളെ പിന്തുടർന്ന് ജീവിക്കുകയും ചെയ്യുക. അതാണ് ദൈവസ്മരണ നിലനിർത്തുക. അത്തരം ദൈവത്തെയാണ് ലോകം അംഗീകരിക്കുക. ഞാൻ ഒരാളോട് സത്യമേ പറയുന്നുള്ളൂ. അപ്പോൾ അയാൾ അന്വേഷിക്കും, നിങ്ങൾ ഈ സത്യം പറയാൻ എന്താ കാരണം? അത് എൻ്റെ സൃഷ്ടാവിൻ്റെ നിയമം ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടാവ്, അതാണ് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറയല്. അല്ലാതെ സൃഷ്ടാവ് ഉന്നതനാണ്. നിങ്ങൾ ഈ ശ്രുതിപാഠ ഈ പണ്ട് കാലത്ത് ഈ അല്പന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് ഈ ശ്രുതിപാഠകരെ വലിയ ഇഷ്ടമായിരുന്നു. അതിനവരും പട്ടും വളയും മോതിരമൊക്കെ ഊരിക്കൊടുക്കും. അങ്ങനെ ശ്രുതി പാടുന്ന കവികളെ
രാജസദസ്സിലുള്ള കവികളും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. രാജാവിനെ നല്ല സ്തുതിച്ചു പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ പാടിപ്പുകഴ്ത്തിയാൽ അതിനെന്തെങ്കിലും കാശ് കൊടുക്കുന്ന, അതല്ല അള്ളാഹുവിനെ പാടിപ്പുകഴ്ത്തുകയോ അവനെ സ്തുതി പാടുകയോ അല്ല ചെയ്യേണ്ടത്. അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് അവന്റെ മഹത്വം നാം സ്ഥാപിച്ചെടുക്കേണ്ടത്. നമ്മൾ ഒരാളോട് നീതിയിൽ വർത്തിക്കുമ്പോൾ അവൻ ചോദിക്കും, നീ ഈ നീതിയിൽ വർത്തിക്കാനുള്ള കാരണം എന്താണ്? അതെന്റെ സൃഷ്ടാവിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ടാണ്. നീ എന്തുകൊണ്ടാണ് ഈ സത്യം പറയുന്നത്? നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് നീ പങ്കുവെക്കുന്നത്? നീ എന്തുകൊണ്ടാണ് നീ അനീതി കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് നീ അക്രമം കാണിക്കാത്തത്? ഇങ്ങനെ ദൈവികമായ വിധിവിലക്കുകൾ ഓരോന്നും ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ അവനോട് ചോദിക്കും, ആളുകൾ ചോദിക്കും, എന്താ നീ ഇങ്ങനെ ആകാൻ കാരണം? അതെന്റെ സൃഷ്ടാവ്. അങ്ങനെയാണ് സൃഷ്ടാവിന്റെ മഹത്വം. ആ സൃഷ്ടാവാണെങ്കിൽ നമുക്കും വേണമല്ലോ. ഇത് ലോകത്തിന് ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന സൃഷ്ടാവാണല്ലോ, ഗുണകരമായൊരു സൃഷ്ടാവാണല്ലോ. അങ്ങനെയാണ് ലോകത്ത് സൃഷ്ടാവിന്റെ മഹത്വം സ്ഥാപിച്ചെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഖുർആനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതാണ് വലിയ തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ അവൻ നിന്ന മാർഗദർശനത്തിലൂടെയാണ് നിങ്ങൾ സ്ഥാപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി. അപ്പൊ ദൈവസ്മരണ നിലനിർത്തുക എന്നതാണ് സലാത്തിന്റെ ലക്ഷ്യമെന്ന് ഞാൻ സൂചിപ്പിച്ചു. തിന്മകളിൽ നിന്നും ഇരുട്ടുകളിൽ നിന്നും മനുഷ്യരെ ദൈവികമായ അന്നൂറ് വെളിച്ചത്തിലേക്ക് നയിച്ചു കൊണ്ടുവരലാണ് സലാത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു. ഇസ്ലാമിക വിരുദ്ധവും ചീത്തയായ പ്രവർത്തനങ്ങളിൽ നിന്നും മുങ്കർ, നന്മയാണെന്ന് ഒരിക്കലും പരിചയമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കലും അതിൽ നിന്ന് മനുഷ്യരെ തടയലുമാണ് സലാത്തിന്റെ വേറൊരു ലക്ഷ്യമെന്ന് പറഞ്ഞു. അള്ളാഹുവും അവന്റെ സൃഷ്ടാവുമായിട്ടുള്ള നിരന്തരമായ ബന്ധമാണ് സലാത്ത് എന്ന് പറഞ്ഞു. അള്ളാഹുവും അവന്റെ സൃഷ്ടാവുമായുള്ള നിരന്തര ബന്ധം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ആ സൃഷ്ടാവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചും പിന്തുടർന്നും ജീവിക്കുക എന്നതാണെന്ന് സൂചിപ്പിച്ചു. ഇങ്ങനെ സലാത്ത് വന്ന ഏതാനും ചില വചനങ്ങൾ ഇന്ന് നാം കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി. ഇത് എൻ്റെ സഹോദരങ്ങൾ ഓരോന്നും ഇത് സൂക്ഷ്മമായി പഠിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി എന്നാണ് എനിക്ക് ഈ ക്ലാസിന്റെ അവസാനം എന്നോളം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ വേദത്തെ, പരിശുദ്ധമായ ഈ ഗ്രന്ഥത്തെ എന്തായാലും തള്ളിക്കളയരുത്. വിശുദ്ധമായ ഈ ഗ്രന്ഥം, ദൈവികമായ ഈ ഗ്രന്ഥത്തെ എൻ്റെ സഹോദരന്മാർ അതിന് കൊടുക്കേണ്ട വില കൊടുക്കണം. അതാണ് ഒമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അള്ളാഹു മനുഷ്യന് ഒന്നും തന്നെ അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിലല്ല കണക്കാക്കിയത്. പിന്നീട് എന്താ നിങ്ങൾ ചെയ്തത്? അതിനെ നിങ്ങൾ കണ്ടം തുണ്ടമാക്കി കളഞ്ഞു. ഖുർആനിനെ നിങ്ങൾ എന്തുകൊണ്ട് ഖുർആനിനെ പിന്തുടർന്ന് ജീവിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിന്റെ പിറകെ അവരെന്തുകൊണ്ട് പോകുന്നില്ല? ഖുർആൻ അവരുടെ ചിന്തയിൽ അവരെന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നു. അപ്പോൾ ഖുർആനെ നിരന്തരമായി ഖുർആനിനെ പഠിക്കുക, മനസ്സിലാക്കുക. ഇത് ഞാൻ ഈ പറയുന്ന ഖുർആനികമായ കൽപ്പനകളൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും 4 5 അല്ലെങ്കിൽ 10 25 മിനിറ്റ് എവിടെയെങ്കിലും പോയി ഒന്ന് കുമ്പിടുകയോ ഏതാനും ചില മന്ത്രങ്ങൾ ഉരുവിടുകയോ ചില അനുഷ്ഠാനാചാരങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതിലുള്ള ദേഷ്യം കൊണ്ടല്ല പറയുന്നത്. മറിച്ച് മനുഷ്യ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കേണ്ട ഒരു കർമ്മത്തെ കേവലം ഒരു മാറ്റവും ഉണ്ടാക്കാത്ത ആചാരാനുഷ്ഠാനമാക്കി മാറ്റിയതിലുള്ള പ്രയാസം കൊണ്ടാണ് ഖുർആൻ ഇതല്ല പറയുന്നത് എന്ന് എൻ്റെ സമൂഹത്തോട് ഞാൻ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവസാനമായി ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിനെ പിന്തുടർന്ന് ജീവിക്കാനും ഉപദേശിച്ചുകൊണ്ടും നിർദ്ദേശിച്ചുകൊണ്ടും ഞാൻ ഇന്നത്തെ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.